കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷിക്കാൻ കഴിവുള്ള ഒരു കരമാണ് കർത്താവിൻ്റെ കരം. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ, യേശു എന്ന നാമം. ആ നാമം നമ്മോട് കൽപ്പിക്കുകയാണ്, എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം ഒരിക്കലും കുറുകിപ്പോകുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ രക്ഷിക്കാൻ കഴിവുള്ള കരത്തിലേക്ക് നമുക്ക് മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൻ്റെ കരം നമ്മളോട് ചേർന്നിരിക്കുകയും കർത്താവിൻ്റെ കരത്തിൽ നമ്മളായിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എല്ലാം നമുക്ക് ദൈവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ നാമത്തെ നാം പ്രഘോഷിക്കുവാനും നമ്മൾ കടപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാവർക്കും കിട്ടുന്ന നന്മയല്ല. കർത്താവിൻ്റെ വചനം എല്ലാവർക്കും ഉള്ളതല്ല. എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ ഈ വചനം എല്ലാവരിലും നിലനിൽക്കുമല്ലോ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും കൂടിയാണ് കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെന്നുദ്ദേശിക്കുന്ന ആരെയാണ് കർത്താവ്? അവരെന്നുദ്ദേശിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കാത്ത, കർത്താവിനെ നിന്ദിക്കുന്ന ഒരുപറ്റം ജനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു പറ്റം ജനത്തെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് കർത്താവ് 1000 തലമുറ വരെ കരുണ കാണിക്കും. അപ്പം നമ്മളോട് കർത്താവ് കരുണ കാണിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് നമ്മളോട് വളരെ പദ്ധതിയുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പദ്ധതിയാണ് നമ്മുടെ മേൽ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മുന്നേറണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ മുന്നേറണം. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വചനത്തിനൊരു മാറ്റവുമില്ല. കർത്താവിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നതാണ്. ആ വചനത്തെ ഒന്ന് നമ്മൾ മുറുകെ പിടിച്ചു നോക്കിയേ. നമ്മുടെ കൈ അയഞ്ഞു പോകരുത്. എല്ലാ ദിവസവും നമ്മൾ ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും കർത്താവിൻ്റെ വചനം വായിക്കാൻ നമ്മൾ മടി കാണിക്കരുത്. ദൈവത്തിൻ്റെ വചനം സ്ഥിരം വായിക്കുക, ധ്യാനിക്കുക. അതോടൊപ്പം നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുക. കർത്താവായ യേശുവേ, എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞാൻ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പം പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അതോടൊപ്പം എന്നെയും എൻ്റെ ഭർത്താവിനെയും മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ കരം അവരോടെല്ലാവരോടും കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെപ്പോഴും യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.